ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷെർലി വാസു അന്തരിച്ചു. വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് പത്തോളജിസ്റ്റാണ്. സൗമ്യ കൊലക്കേസ് അടക്കം 1000-ഓളം കേസുകളിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. വി.എസ്. രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ. വി.എസ്. രഞ്ജിത്ത്, എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, മായനാട്ടെ വീട്ടിൽ വെച്ചാണ് ഡോക്ടർ ഷെർലി വാസുവിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. അവർ ഓണത്തിൻ്റെ അവധിക്ക് വീട്ടിലേക്ക് എത്തിയതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 68 വയസ്സായിരുന്നു. വീട്ടിൽ കുഴഞ്ഞു വീണ ഉടൻ തന്നെ അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. മായനാടെന്ന് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് അടുത്തുള്ള പ്രദേശമാണ്. അവിടെ നിന്ന് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പക്ഷേ കാഷ്വാലിറ്റിയിൽ വെച്ച് അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അവർ മരണപ്പെടുകയായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10,000-കണക്കിന് മൃതദേഹങ്ങളുടെ മരണകാരണം കണ്ടെത്തിയിട്ടുള്ള ഡോക്ടറാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. 1982 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപികയായി പ്രവേശിക്കുകയും 2001 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം തലവനായി ജോലിയിൽ തുടരുകയും പിന്നീട് 2016 അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായി വിരമിക്കുകയും ചെയ്തത്. വിരമിച്ച ശേഷവും അവർ ഫോറൻസിക് സർജൻ എന്ന രീതിയിൽ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം തലവയായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.